നമ്മൾ യെസ് ഓർ നോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിനക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ പറയണം. ഇനി നിന്നോട് ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും യെസ് എന്ന് നിങ്ങൾ മറുപടി പറയണം. യെസ് ഓർ നോ പറയരുത്. കുറച്ചു നേരം ശ്രദ്ധയോടെ ഇരിക്കാനും കുറച്ചു നേരം അശ്രദ്ധമായിട്ടിരിക്കാനും അങ്ങനെ പാടില്ല. കാരണം ഈശോ നമുക്ക് വേണ്ടി പൂർണ്ണമായിട്ടും യെസ് പറഞ്ഞ് മരിച്ച് അത് അനുസ്മരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈശോ ഇത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഈ കുർബാന സമയത്തെങ്കിലും മനസ്സോടുകൂടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക. കർത്താവ്, ഞാൻ കൂടെ ഉണ്ട് കർത്താവേ എന്നൊന്ന് മനസ്സിൽ പറയാവോ? കർത്താവേ, ഞാൻ ഈ 1 മണിക്കൂർ സമയം അങ്ങയുടെ കൂടെ ഉണ്ട്. പല വിചാരം, അശ്രദ്ധ, മറ്റു പല കാര്യങ്ങൾ, മറ്റു പല ചിന്തകൾ എന്നെ അലട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. നോ എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ യെസ് എന്നാണ് പറയുന്നത്. യെസ്സും നോയും ഒരുമിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ യെസ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് മനസ്സിൽ പറഞ്ഞ് കർത്താവേ, ഞാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആ സന്നദ്ധതയെ അനുഗ്രഹിക്കട്ടെ.